ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രാജ്യത്തിന്റെ വിധി വന്നിരിക്കുകയാണ്. 293 സീറ്റുകളുമായിട്ട് NDA മുന്നണി, 233 സീറ്റുകളുമായിട്ട് ഇന്ത്യ മുന്നണി. ഇതിലൊന്നും പെടാതെ ഒരു 10-15 ആളുകൾ മറ്റും നിൽപ്പുണ്ട്. ശരിക്കും തമിഴ്നാട്ടിൽ ഏതാണ്ട് DMKയുടെ അല്ലെ ഇന്ത്യ മുന്നണിയുടെ ഒരു തേരോട്ടം നമുക്ക് കാണാൻ സാധിച്ചു. ആ തമിഴ്നാട്ടിൽ പോലും ഏതാണ്ട് 2,22,000 വോട്ടുകൾ പിടിക്കാൻ STP സ്ഥാനാർത്ഥിക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതുപോലെ തന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 18 സീറ്റുകളും UDF പിടിച്ചിരിക്കുന്നു. അതായത് തോമസ് ചാഴിക്കാട് പോയതിനു ശേഷം UDFന് 18 ആയിരുന്നു, 2 LDFനായിരുന്നു. ആ LDFന്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന 2 സീറ്റും UDF പിടിച്ചെടുത്തു. കേരള കോൺഗ്രസിലൂടെ തന്നെ കേരള കോൺഗ്രസ് മാണിയുടെ സീറ്റ് പിടിച്ചെടുത്തു. അതുപോലെ തന്നെ KC വേണുഗോപാലിലൂടെ ആലപ്പുഴ സീറ്റ് പിടിച്ചെടുത്തു. പക്ഷേ പ്രതാപൻ മാറി മുരളീധരൻ വന്നിട്ടും തൃശ്ശൂര് സീറ്റ് പിടിക്കാൻ സാധിച്ചില്ല. അത് NDAയിലേക്ക് പോയി. സുരേഷ് ഗോപി 5 വർഷം കൊണ്ട് പണിയെടുത്തുണ്ടാക്കിയതായിരുന്നു. ആ പണിക്ക് അപ്പുറം കവർ ചെയ്യുന്ന ഒരു പണി ചെയ്യാൻ അവിടെ 2 മുന്നണികൾക്കും സാധിച്ചില്ല. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. അതുപോലെ നമുക്ക് ഇവിടെ ആലത്തൂരെ സംബന്ധിച്ച് ആലത്തൂർ ഒരു ഇടതു കോട്ടയാണ്. രാധാകൃഷ്ണൻ ജയിക്കും. രാധാകൃഷ്ണനെ അട്ടിമറിക്കാൻ ഒരു പക്ഷേ രമ്യ ഹരിദാസിന് സഹായിച്ചേക്കാം. പക്ഷെ രമ്യയുടെ ചില നിലപാടുകൾ മലനാടൻ മലയാളി സാജനെ പോലുള്ള ചില വർഗീയ വിഷവാദികളോടൊപ്പമുള്ള നിലപാടുകൾ കൊണ്ടൊക്കെ തന്നെയാണ് രമ്യ ഹരിദാസിനെ ജനം കൈവിട്ടത്. ഇനി ബാലൻ സഖാവ് എല്ലാവരും പറയുന്ന പോലെ ജമാഅത്ത് ഇസ്ലാമിയും SDPയും കോൺഗ്രസിനെ UDFനെ സഹായിച്ചു. അത് വ്യക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് സഹായിച്ചത്. CPM-ഉമായിട്ടും SDP ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നിലൂടെ ആരും അറിയാത്ത പിന്തുണ മതി എന്ന് പറഞ്ഞു. എന്നാൽ പരസ്യമായിട്ട് പറയും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കോൺഗ്രസിന് പരസ്യമായി പിന്തുണ കൊടുത്തത്. ആ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ അവർ 18 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ തൃശ്ശൂരിൽ വിജയിച്ചേനെ. തൃശ്ശൂര്, ഗുരുവായൂരൊക്കെ UDF അവിടെ ലീഡ് ഉയർത്തി. എന്തുകൊണ്ടാണ് തൃശ്ശൂര് UDF പരാജയപ്പെട്ടത്? മുരളീധരന് കിട്ടിയ വോട്ടുകളിൽ STPയുടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകള് നായർ സമുദായ വോട്ടുകള്, ഈഴവ സമുദായ വോട്ടുകള്, ക്രൈസ്തവ വിഭാഗത്തിലെ വോട്ടുകൾ കോൺഗ്രസിന് സ്ഥിരമായി കുത്തിക്കൊണ്ടിരുന്നവര് BJPയിലേക്ക് പോയി. അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. ആലത്തൂര് എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞു പോയത്? അവിടെ കൃത്യമായിട്ട് STP വോട്ടുകൾ രമ്യ ഹരിദാസിന് പോയിരുന്നു. അവരുടെ നിലപാടിന്റെ പേരിൽ അവർക്ക് പോയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു ഭൂരിപക്ഷത്തിലേക്ക് രാധാകൃഷ്ണൻ ഒതുങ്ങേണ്ട വന്നേനെ. അല്ലെങ്കിൽ രമ്യ ഹരിദാസിന് വിജയിച്ചേനെ. പക്ഷേ രമ്യ ഹരിദാസിന്റെ നിലപാടുകൾ കൂടി ജനങ്ങൾ പരിശോധിക്കുമല്ലോ. അതുകൂടി രമ്യ മനസ്സിലാക്കണമായിരുന്നു. പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ രമ്യക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അതും ഇവിടെ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് STPയുടെ നിലപാട് വളരെ കൃത്യമായിരുന്നു. അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വളരെ കൃത്യമായിട്ട് ശശി തരൂരിന് വോട്ടുകൾ ചെയ്യാൻ പറ്റി. ശശി തരൂരിനെ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ STPക്ക് സാധിച്ചു. STP ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിച്ചു, ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചു. ഓരോ ബൂത്തിലും കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം തന്നെ അവരും ഇരുന്ന് ലിസ്റ്റുകൾ പരിശോധിച്ചു, വോട്ടർമാരെ സമീപിച്ചു, വോട്ട് ക്യാൻവാസ് ചെയ്തു. അങ്ങനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ STP എടുത്ത പണി വളരെ വലുതാണ്. അതുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ തീരദേശ മേഖലകളിലേക്ക് വോട്ടുകൾ എണ്ണുമ്പോൾ ശശി തരൂരിലേക്ക് ലീഡ് വന്നതും അവിടെ വിജയിച്ചതും. ഇനി ആറ്റിങ്ങൽ നോക്കാം. ത്രികോണ മത്സരം നടന്ന ആറ്റിങ്ങല് ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകൾ പൂർണ്ണമായും STPയുടെ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അടൂർ പ്രകാശ് ജയിക്കാം. അടൂർ പ്രകാശിന് ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ STPയുടെ സംഭാവനയുണ്ട്. അതിൽ നിന്നാണ് അടൂർ പ്രകാശ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയെ വിജയിപ്പിക്കാനും അവിടെയും ഏതാണ്ട് 22,000-ഓളം വോട്ടുകൾ STP സംഭാവന നൽകി. അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തോൽവിക്കും ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം നിന്നു രാജ്യത്തെ സംരക്ഷിക്കാൻ, ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഇവിടുത്തെ വർഗീയ കക്ഷികളെ ഓടിക്കാൻ കോൺഗ്രസിനും UDFനും ഒപ്പം നിന്ന്
നിഷ്പക്ഷമായിട്ടുള്ള പിന്തുണ കൊടുത്ത് ഒരു പ്രതീക്ഷയുമില്ലാതെ പിന്തുണ കൊടുത്തും UDF-ന്റെ പല മണ്ഡലങ്ങളിലും ഇപ്പൊ വിജയിച്ചിടത്തും പരാജയപ്പെട്ടിടത്തും പൂർണ്ണമായും വോട്ടുകൾ നൽകിക്കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ SDPIക്ക് സാധിച്ചു. ഇത് SDPIയുടെ വിജയമാണ്. കേരളത്തിൽ UDF-ന്റെ വിജയം എന്ന് പറഞ്ഞപ്പം തന്നെ SDPIയുടെ വിജയം എന്ന് തന്നെ പറയുന്നു. കാരണം അത് SDPIയുടെ നിലപാടായിരുന്നു, മുസ്ലിം സമുദായത്തിന്റെ വികാരമായിരുന്നു. ഇവിടെ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. വടകരയിലൊക്കെ വർഗീയതയുടെ കത്തലുകൾ കത്തിച്ചിട്ടും അവിടെ CPM-ന് വിജയിക്കാൻ സാധിച്ചില്ല. അത് വർഗീയത കത്തിച്ചത് കൊണ്ട് BJPക്ക് കുറച്ച് വോട്ട് കൂടിയതെന്നല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അവസരത്തിൽ എന്റെ വീഡിയോ കാണുന്ന SDPI പ്രവർത്തകർ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത്. ഏതാണ്ട് ദിണ്ടിഗലിൽ 2.25 ലക്ഷത്തോളം വോട്ടുകൾ നേടിയിട്ടുണ്ടെങ്കിൽ നാളെ കേരളത്തിലും അത് നേടാൻ സാധിക്കും. 2.25 ലക്ഷത്തോളം വോട്ടുകൾ ഒരു ചതുഷ്കോണ മത്സരത്തിൽ വരികയാണെങ്കിൽ നാളെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കും. ആ ഒരു ഘട്ടത്തിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയം മാറുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ SDPIക്ക് നൽകുന്ന വലിയൊരു ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക. ഇലക്ഷന്റെ വിലയിരുത്തൽ ഓരോ മണ്ഡലത്തിലെയും ഭൂരിപക്ഷവും അവർക്ക് കിട്ടിയ കണക്കുകളും വെച്ചിട്ട് മറ്റൊരു വലിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.